നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് പ്രവചനാതീതമായ ചതുഷ്കോണ മത്സരമാണ്. അൻവർ കൂടി ഉണ്ടെങ്കിൽ UDF ഈസിയായി ജയിക്കാമായിരുന്ന മണ്ഡലമായിരുന്നു. എന്നാൽ VD സതീശന്റെ പിടിവാശി മൂലം UDF ചക്രവാക ചുഴിയിൽ അകപ്പെട്ട അവസ്ഥയാണ്. ഒരുപക്ഷെ അൻവർ മത്സരരംഗത്തില്ലായിരുന്നുവെങ്കിൽ UDFന് ലഭിക്കാമായിരുന്ന പരമ്പരാഗതമായ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്നതാണ് നിലവിലെ സ്ഥിതി. പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിന് തീരെഴുതി നൽകി, മലപ്പുറത്ത് നിന്നും ധാരാളം മുസ്ലിങ്ങളെ കള്ളക്കേസിൽ കുടുക്കി തുടങ്ങിയ ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉന്നയിച്ചാണ് അൻവർ ഇടതുപക്ഷം വിട്ടത്. 8.5 വർഷം MLA ആയിരുന്ന അൻവറിന് മണ്ഡലത്തിൽ തെറ്റില്ലാത്ത സ്വാധീനമുണ്ട്. മുസ്ലിം വിഭാഗത്തിലെ പ്രമുഖ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയും അവരുടെ സ്ഥാപനങ്ങളായ മീഡിയ വണ്ണും മാധ്യമം ദിനപത്രവും ഒക്കെ അൻവറിന് അനുകൂലമായ നിലപാടാണ് കൈക്കൊള്ളുന്നത്. ഇതെല്ലാം കാരണം ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി മുസ്ലിങ്ങൾക്കിടയിൽ അൻവറിന് മെച്ചപ്പെട്ട സ്വീകാര്യത ലഭിക്കുന്നു. ലീഗും ആര്യാടൻ മുഹമ്മദും തമ്മിലുണ്ടായിരുന്ന ശത്രുത ഇന്നും നിലനിൽക്കുന്നു. കോൺഗ്രസ് ലീഗ് നേതാക്കൾ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അണികൾക്കിടയിൽ ആര്യാടൻ മുഹമ്മദിനോടും ആര്യാടൻ ഷൗക്കത്തിനോടുമുള്ള ശത്രുത കുറഞ്ഞിട്ടില്ല. തങ്ങൾ കുടുംബം വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ആകമാനം വഞ്ചിക്കുന്നു എന്ന് ആര്യാടൻ മുഹമ്മദ് മുൻപ് പറഞ്ഞിരുന്നു. ഇതിനെ ആര്യാടൻ ഷൗക്കത്ത് പിന്താങ്ങിയിരുന്നു. ഇതെല്ലാം മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. BJP ആകട്ടെ കേരള കോൺഗ്രസുകാരനായ അഡ്വക്കേറ്റ് മോഹൻ തോമസിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ക്രിസ്ത്യാനികൾ ആകമാനം BJPക്ക് വോട്ട് നൽകും എന്ന പ്രതീക്ഷയിലാണ് സംഘപരിവാർ ശക്തികൾ. ക്രിസ്ത്യാനികൾക്ക് BJPയോടുള്ള തൊട്ടുകൂടായ്മ മാറിയെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. പുതിയതായി നിയമിതനായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ DCC പ്രസിഡന്റ് ജോയ് ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ മലയോര മേഖലയിലെ 10% കൂടുതൽ വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പായും UDF പെട്ടിയിൽ തന്നെ വീഴുമായിരുന്നു. UDFന്റെ ഈ വീഴ്ച മുതലെടുക്കാനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. LDF ആകട്ടെ ആദ്യം സ്വതന്ത്രന്മാരെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. നിലമ്പൂരുകാരനായ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ പോലും നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് LDFന്റെ നേതാക്കളുടെ ആത്മവിശ്വാസം. സ്വരാജ് വിജയിച്ചാൽ മൂന്നാം പിണറായി സർക്കാർ എന്ന LDFന്റെ പ്രചരണം ജനങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി എന്നതിന്റെ തെളിവായും ഇതിനെ വിലയിരുത്താം. ആര്യാടൻ മുഹമ്മദിനോട് CPM സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീരാമകൃഷ്ണൻ മുൻപ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ LDFന് 69,452 വോട്ട് ലഭിച്ചിരുന്നു. BJPയുടെ മുഖ്യ ശത്രുവായ സ്വരാജിനെതിരെ BJPയുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യുമെന്നും വിലയിരുത്തുന്നു. CPMന്റെ കേഡർ വോട്ട് പെട്ടിയിൽ വീഴുകയും മുസ്ലിം വോട്ടുകൾ ചിതറിപ്പോവുകയും ചെയ്താൽ നേരിയ ഭൂരിപക്ഷത്തിന് സ്വരാജ് മണ്ഡലത്തിൽ ജയിക്കാനാണ് സാധ്യത തെളിയുന്നത്. ഇലക്ഷൻ ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.